പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിനായകൻ ഇങ്ങനെ നന്ദിനോട് പറയുന്നുണ്ട്, മോളെ നന്ദിനി, നീ അവളുടെ കാര്യം അങ്ങ് മറന്നേക്ക്. എന്നിട്ട് നീ എന്നെ കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നാ മതി. വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും നീ ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ടേ കേട്ടോ. തൽക്കാലം നീ താഴെ വീണിരിക്കുന്ന കേക്കിൽ നിന്ന് നല്ലത് മാത്രം പെറുക്കി തിന്നേക്ക്, ബാക്കിയുള്ളതൊക്കെ കളഞ്ഞേക്കണേ കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് വിനായകൻ അവിടെ നിന്നും പോവും. അപ്പോഴും നന്ദിനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ശരിയാണല്ലോ പറഞ്ഞത്, ഞാൻ എന്തിനാ 24 മണിക്കൂറും അവളെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്. അങ്ങനെ ആ കേക്ക് താഴെ നിർത്തിട്ട് ഇങ്ങനെ തിന്നാൻ നോക്കണം, അതിലെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് തിന്നാൻ നോക്കണം. എന്നിട്ട് അല്ലെങ്കിലും അവളെ ഞാനിങ്ങനെ വെച്ച് പൊറിപ്പിച്ചിട്ട് ശരിയാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കേക്ക് ഇങ്ങനെ കൈകൊണ്ട് തിരുമ്മിയിട്ട് ഇങ്ങനെ താഴേക്ക് കളയാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രമിനായിരിക്കും. ജോസഫ് ചോദിക്കുന്നത്, എടാ വിക്രം, നീ ഇനി ശ്രീനി സാറിൻ്റെ അടുത്തേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇല്ല പോകുന്നില്ല എന്ന് പറയും. അപ്പോഴേക്കും എടാ ശ്രീനിവാസൻ സാർ അത് 2 ദിവസം കഴിയുമ്പോഴേക്കും അങ്ങ് മറക്കും. അപ്പോൾ വിക്രം പറഞ്ഞത്, അതുകൊണ്ടൊന്നല്ല ഞാൻ ചെല്ലാത്തത്, ശ്രീനി സാറ് പോകണ്ട എന്ന് പറഞ്ഞത് കൊണ്ടല്ല ഞാൻ പോവാത്തത്, എന്തോ മനസ്സിനൊരു സുഖമില്ല. വേദ വന്ന സമയത്ത് ഞാൻ ഒരിക്കലും ആ ഒരു ചോറ് തട്ടിക്കളയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയാണ് വിക്രം. അപ്പോൾ അനിയൻകുട്ടൻ പറഞ്ഞിട്ട്, അല്ലെങ്കിലും ഇവന്റെ കാര്യം കഷ്ടാണ്, ഒന്ന് കെട്ടാൻ പറഞ്ഞ് നടക്കുന്നു, ഒന്ന് കെട്ടിയതും പറഞ്ഞ് നടക്കുന്നു. രാജേട്ട, ശരിക്കും ഈ ചരടിന് അത്ര വലിയ ശക്തിയുണ്ടോ എന്ന് ചോദിക്കാണ്. ആ സമയത്തിന് രാജേട്ടൻ പറഞ്ഞു കൊടുക്കും, ഈ ചരട് കെട്ടുമ്പോഴേ ഒരുത്തന്റെ ജീവിതം നശിക്കും, മറ്റൊരു പെണ്ണിനൊരു ഭാഗ്യം കിട്ടുകയും ചെയ്യാണ്. പക്ഷേ നിന്റെ കാര്യത്തിൽ മാത്രം നേരെ തിരിച്ചാണ് സംഭവിച്ചത്, നിനക്ക് ഭാഗ്യം കിട്ടുകയാണ് ചെയ്തത്, പക്ഷേ ആ പെണ്ണിന്റെ കാര്യം ദുരന്തത്തിലാവുകയും ചെയ്യുകയാണെന്നൊക്കെ പറയും. അന്നേരം വിക്രം പറഞ്ഞിട്ട്, അല്ലെങ്കിലും വേദൊരു കാര്യം ചിന്തിക്കുന്ന സമയത്തിന് എനിക്ക് ചിലപ്പോഴൊക്കെ വിഷമം തോന്നാറുണ്ട്. വേദൊരു പാവമാണെന്ന് പറയട്ടെ വിക്രം. ഇത് കേൾക്കുന്ന സമയത്തിന് എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് പരസ്പരം നോക്കുകയാണ്. വിക്രം പറയുന്നത്, എന്നാലും ഞാൻ അവളുടെ കഴുത്തിൽ ഒരു ചരട് കിട്ടിയതിന്റെ ഭാഗമായിട്ട് അവൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലേ. ആ ദർശനയും ഇത്ര വലിയൊരു വീടും സ്വന്തം സമ്പാദ്യം എല്ലാം ഉപേക്ഷിച്ചിട്ട് അവൾ എന്റെ കൂടെ വന്നില്ലേ എന്നൊക്കെ പറയാണ് വിക്രം. അപ്പോഴേക്കും ജോസഫ് ഇങ്ങനെ ചോദിക്കുന്നു, എന്താടാന്ന് ചോദിക്കുന്ന സമയത്തിന് എന്നൊക്കെ പറയുന്നുണ്ടോ. അപ്പോഴേക്കും ഒന്ന് പോടാ. ജോസഫ് ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് കൈ ഓങ്ങുന്നുണ്ടല്ലോ വിക്രം. അപ്പോഴേക്കും ജോസഫ് അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് കാണിക്കുന്നത് വേദയുടെ അച്ഛനും അമ്മയും കാശിൽ നിന്ന് തിരികെ വരികയാണ്. അപ്പോഴേക്കും ദീപ്തി ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, അച്ഛമ്മേ ആരാ വന്നേക്കുന്നേ നോക്കിയെന്ന് പറയുന്ന സമയത്തിന് ശ്രീകാന്ത് ദീപ്തിയും ചെന്നിട്ട് ഓടി ചെന്നിട്ട് അച്ഛനെ അമ്മയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടതിന് എല്ലാവരും കൂട്ടിച്ച് ഇങ്ങനെ അകത്തേക്ക് വരും. മുത്തശ്ശി വരുന്ന സമയത്തിന് അമ്മ എനിക്ക് വല്ലാതെ മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് അവരെല്ലാവരും അകത്തേക്ക് കയറി വരും. അങ്ങനെ വേദിയിൽ അച്ഛൻ കാശിലേക്ക് പോയ വന്ന വിശേഷങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പറയാണ്. അമ്മേ, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ ആകെ അത്ഭുതപ്പെട്ടു. എത്രമാത്രം ശവങ്ങളാണ് അവിടെ എരിഞ്ഞടങ്ങുന്നത് കണ്ടത്. ആ സമയത്തിന് ഒരു നിമിഷം ഞാൻ ആലോചിച്ചു, ഒരുപാട് ആൾക്കാരുടെ ദേഷ്യവും വാശിയും അഹങ്കാരം എല്ലാമല്ലേ ഒരു നിമിഷം കൊണ്ടങ്ങ് കത്തിയടഞ്ഞില്ലാതാവുന്നത്. അച്ഛന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷാവാണ്. മുത്തശ്ശി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാലും എന്റെ മഹാദേവ, എന്റെ മോനെ നീ അങ്ങോട്ടേക്ക് എത്തിച്ചല്ലോ. അപ്പോഴെന്നെ പത്മം പറയുന്നുണ്ട്, ശങ്കരേട്ടനെ എപ്പോൾ നോക്കിയാലും ഈ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയും. ആ സമയത്തിന് ശങ്കരനാരായണൻ ഇങ്ങനെ വേദയുടെ കാര്യം പറയും. വേദമോളോട് നമ്മൾ ചെയ്തത് എത്രയും വലിയ തെറ്റായിരുന്നു എന്ന് പറയും. ആ സമയത്തിന് പത്മം പറയുന്നത്, ഇത് തന്നെ ശങ്കരേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേദമോളോട് നമ്മൾ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞായിരുന്നു, വേദക്ക് നമ്മൾ നീതി കൊടുത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോഴേക്കും ദീപ്തി ചോദിക്കുന്നുണ്ട്, ഇപ്പൊ കുംഭമേളക്ക് പോയിട്ട് അച്ഛൻ സന്യാസിയായി മാറിയല്ലോ, ഇപ്പൊ നീ മൊത്തത്തിലങ്ങ് മാറുമെന്ന് ചോദിക്കും. അപ്പോഴേക്കും പത്മ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ ചെറുതായിട്ട് അതങ്ങ് മാറ്റിയെടുത്തതാണെന്ന് പറയും. അപ്പോൾ ശങ്കരനാരായണൻ ഇങ്ങനെ പറഞ്ഞിട്ട്, മോളെ, അച്ഛൻ ഏതായാലും ഇനി ജോലിക്ക് പോകുന്നതിനെ പറ്റിയിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല, ഇനി കുടുംബമായിട്ട് നിങ്ങളുമായിട്ട് കുറച്ചൊരുമിച്ച് റിലാക്സ് ആയിട്ട് ജീവിക്കണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയും. അച്ഛൻ ഏതായാലും ഒന്ന് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് അച്ഛൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്ന സമയത്തിന് ശ്രീകാന്തിന് അങ്ങ് ദേഷ്യം വരട്ടോ. ശ്രീകാന്ത് ചോദിക്കുന്നതിന്, ഇനിയിപ്പോൾ അച്ഛൻ്റെ മനസ്സ് മാറിയിട്ട് അച്ഛൻ എങ്ങാനും വേദനയും വിക്രമിനെയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന് ചോദിക്കും. അപ്പോൾ പത്മം പറയുന്നത്, അങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ല, ഞാനതിനെ പറ്റിയിട്ട് ചോദിച്ചു, അപ്പോൾ അവന് നന്നാവാൻ വേണ്ടിയിട്ട് ദൈവന് അവസരം കൊടുക്കട്ടെ എന്നാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കട്ടെ ശ്രീകാന്ത്. ആ സമയത്തിന് ദീപ്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതിന്റെ അർത്ഥം എന്താണ്, വിക്രം ചേട്ടൻ നല്ലൊരു മനുഷ്യനായിട്ട് തിരിച്ചു വരികയാണെങ്കിൽ വിക്രം ചേട്ടനെ വേദ ചേച്ചിയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്നല്ലേ അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ചോദിക്കും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ശ്രീകാന്തിന് അങ്ങ് ദേഷ്യം വരട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട്, ഇവിടെയുള്ള എല്ലാവർക്കും ഭക്തി മുടുത്ത് എന്തായിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിനെ ദേഷ്യപ്പെട്ട അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോവാണ് ശ്രീകാന്ത്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പത്മത്തിനോട് പറഞ്ഞിട്ട്, പത്മം, നമുക്ക് ഏതായാലും വേദമോളെ കാണാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ എന്ന് പറയുന്ന സമയത്തിന്റെ, അമ്മേ നമുക്ക് പോകാം, ശങ്കരേട്ടനോട് ഞാനൊന്ന് സമ്മതം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വേദയെ കാണാൻ പോകാൻ നിൽക്കുമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് രാധയായിരിക്കും. രാധ അങ്ങനെ ഓട്ടോയിൽ ഓട്ടം പോയിക്കൊണ്ടിരിക്കാണ്ടോ. എന്നിട്ട് അവിടെ നിർത്തേണ്ട സമയത്തൊന്നും ആളെ നിർത്തുന്നില്ല. അയാളിങ്ങനെ ഓട്ടോ നിർത്താൻ പറയുന്നുണ്ടെങ്കിലും യാതൊരു കൂസലുമില്ലാതെ മുന്നിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും അയാൾക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് തന്നെ വേദയോട് വണ്ടി നിർത്താൻ പറയുന്ന സമയത്തിന് വേദ വണ്ടി നിർത്തും. ആ സമയത്തിന് അയാൾ ചോദിക്കുന്നുണ്ട്, അതെ, മരപ്പാലത്തിന്റെ അടുത്ത് നിർത്താൻ പറഞ്ഞിട്ട് ഇവിടെയാണോ നിങ്ങൾ കൊണ്ടുപോയി വണ്ടി നിർത്തിയത്. അപ്പോഴേക്കും രാധ പറഞ്ഞിട്ട്, അയ്യോ സോറി, ഞാൻ അവിടെ കൊണ്ട് തിരിച്ചു കൊണ്ടാക്കി തരാമെന്ന് പറയുന്ന സമയത്തിന് അയാൾ പറയുന്നുണ്ട്, വേണ്ട, സേവനൊന്നും എനിക്ക് വേണ്ട, എനിക്ക് എന്റെ ജീവനിൽ പേടിയുണ്ട്, ബോധമില്ലാതല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടെ നിന്നങ്ങ് പോവും. രാധ ഏതായാലും ഭയങ്കര വിഷമത്തിലായിരിക്കും. രാധ ഇങ്ങനെ മുന്നിലേക്ക് നോക്കുന്ന സമയത്തിന് ബീവറേജിന്റെ മുന്നിൽ കുറെ ആൾക്കാർ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്നതായിട്ട് അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി ഭയങ്കര സന്തോഷത്തോടു കൂടി വേദയെ വിളിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, മോളുടെ അച്ഛനും അമ്മയും കാശിയിൽ നിന്ന് തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ.
മോൾക്കൊരു കാര്യം അറിയോ, അച്ഛന് നല്ല മാറ്റം ഉണ്ടെന്ന് പറയും. ആ സമയത്തിന് വേദ ചോദിക്കുന്നതിന് മാറ്റോ, എന്ത് മാറ്റം? അപ്പോൾ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നത്, അതെ മോളോട് ഇത്ര കാലം തെറ്റായി പോയി എന്നാണ് അച്ഛൻ പറയുന്നത്. അന്നേരം വേദ ചോദിക്കുന്നത്, അതിന് ഞാൻ ചെയ്തതൊക്കെ ശരിയായി പോയി എന്ന് അച്ഛൻ പറഞ്ഞോന്ന് ചോദിക്കുന്ന സമയത്തിന് മുത്തശ്ശി പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറഞ്ഞില്ല. അന്നേരം വേദ പറഞ്ഞിട്ട് മുത്തശ്ശി ഒരു പാവാണ് മുത്തശ്ശി എന്ന് പറയുന്ന സമയത്തിന് ചോദിക്കുന്നത്, എന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? അപ്പോഴേക്കും ഇതൊക്കെ അച്ഛൻ്റെ വെറും ഒരു അടവായിരിക്കുമല്ലേ മുത്തശ്ശി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞിട്ട്, മോളെ നീ എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ നെഗറ്റീവ് കാണുന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, മുത്തശ്ശി അതെൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണെന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല വിക്രത്തിനെ പറ്റിയിട്ട് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശി പറഞ്ഞിട്ട്, എന്നോടൊന്നും പറഞ്ഞില്ല, പക്ഷെ നിന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. വിക്രം നല്ല സ്വഭാവമുള്ള ആളായി മാറാൻ വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് മോളുടെ അച്ഛൻ അമ്മയോട് പറഞ്ഞത് എന്ന് പറയും. ഇത് കേൾക്കുന്ന സമയത്തിന് വേദക്ക് ഭയങ്കര സന്തോഷമായിരിക്കട്ടോ. വേദ പറഞ്ഞിട്ട്, ഏതായാലും അച്ഛൻ്റെ മാറ്റം നല്ലത് തന്നെയാണ്, ഇത് ചിലപ്പോൾ അച്ഛൻ്റെ അടവാവാനും മതി എന്നൊക്കെ പറഞ്ഞ് വേദ എങ്ങനെ ചിരിക്കും. അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ട്, മോൾ അങ്ങനെ എന്നും ചിന്തിക്കണ്ട, ഏതായാലും നല്ല കാര്യം തന്നെയാണല്ലോ നടക്കാൻ പോകുന്നത്. എന്നിട്ട് പറഞ്ഞിട്ട്, മോളെ ഉടനെ തന്നെ ഒരു ദിവസം ഞങ്ങൾ മോളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയും. അപ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട്, ആണോ, എന്നാ മുത്തശ്ശി വരുന്നത്? അതെന്താണെന്നൊന്നും മുത്തശ്ശി തീരുമാനിച്ചിട്ട് മുത്തശ്ശി വിളിച്ചു പറയാം. മോളുടെ അമ്മ മോൾക്ക് വേണ്ടിയിട്ട് കുറെ അർച്ചനയൊക്കെ കഴിച്ചിട്ടുണ്ട്. മാത്രമല്ല കുംഭമേളക്ക് പോയപ്പോൾ മോൾക്ക് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ ചേർത്തിട്ട് മുത്തശ്ശിയും അമ്മയും കൊണ്ട് കൊണ്ടുവന്ന് തരാമെന്നൊക്കെ പറയും. ശരി മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് ഫോൺ കട്ടിയായിട്ട് വേദ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അതും കണ്ടുകൊണ്ടതിന് നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നന്ദിനി വന്ന് ചോദിക്കുന്നുണ്ട്, ആഹാ ഇന്ന് എന്താണ് നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിക്കും. അന്നേരം വേദ ചോദിക്കുന്നുണ്ട്, അതെന്താ എനിക്ക് സന്തോഷിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കാട്ടോ. അന്നേരം നന്ദിനി പറയുന്നുണ്ട്, സന്തോഷിക്കാം, പക്ഷേ അതിലെന്തോ ഉണ്ടല്ലോ എന്ന് പറയുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, അതെ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് കുംഭമേളക്കൊക്കെ പോയിട്ട് അവർ രണ്ടുപേരും സന്തോഷത്തോടെ തിരിച്ചെത്തി. എൻ്റെ അച്ഛന് നല്ല മാറ്റമുണ്ടെന്നാണ് മുത്തശ്ശി പറയുന്നത്. അപ്പോഴേക്കും മാറ്റോ, എന്ത് മാറ്റം എന്നിങ്ങനെ നന്ദിനി ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, അതെ എന്നോടുള്ള ദേഷ്യത്തിനൊക്കെ നല്ല കുറവ് വന്നു. വിക്രത്തിനെ പോലും അച്ഛൻ സ്നേഹിച്ചു തുടങ്ങിയെന്നാ മുത്തശ്ശി പറഞ്ഞത് എന്നിങ്ങനെ വേദ പറയുന്ന സമയത്തിന് നന്ദിനിക്കൊരു ഷോക്കായിരിക്കും. ഇനിയിപ്പോൾ എന്നെ വിക്രത്തിനെ അംഗീകരിക്കാതെ അച്ഛന് വേറെ വഴിയില്ല എന്നിങ്ങനെ വേദ പറയുന്ന സമയത്തിന് നന്ദിനി പുച്ഛത്തോട് പറയുന്നുണ്ട്, ഓ അവിടുത്തെ അച്ഛൻ അംഗീകരിച്ചിട്ട് എന്താ കാര്യം, ഇവിടുത്തെ അച്ഛൻ അംഗീകരിച്ചിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോഴേക്കും വേദ പറഞ്ഞിട്ട്, ഓ ഇതെന്തൊരു ബുദ്ധിയില്ലാത്ത സാധനമാണ്, അച്ഛമ്മയുടെ തട്ടിൻ പുറത്ത് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞതാ, പിന്നെ ഞങ്ങളുടെ താലി കെട്ടും അങ്ങനെ എല്ലാം കഴിഞ്ഞതാ, ഇനിയിപ്പോൾ അച്ഛൻ അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനിയിപ്പോൾ അച്ഛൻ എന്തെങ്കിലും തട്ടുകേട് പറഞ്ഞാൽ തന്നെ ഞാൻ പെട്ടെന്ന് അച്ഛമ്മേനെ ഇങ്ങോട്ട് ഇറക്കൂലേ? അപ്പോഴേക്കും അച്ഛൻ്റെ ഗ്യാസ് അങ്ങ് പോവുമെന്ന് പറയട്ടെ വേദ. ആ സമയത്തിന് നന്ദിനിക്ക് ഷോക്കായിരിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് ഗ്യാസ് പോവേ? അപ്പോഴേക്കും അല്ല വഴക്ക് പറയാനുള്ള ഗ്യാസ് പോകുമെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയട്ടെ വേദ. അപ്പോഴേക്കും ഓ അങ്ങനെ. പിന്നെ നന്ദിനിയടുത്തിന് ആര് വില വെക്കുന്നു? കുറച്ച് പൈസയും അടിച്ചു മാറ്റിയിട്ട് വേറെ വീട് വെച്ച് താമസിക്കാൻ പോകുന്ന നന്ദിനിയടുത്തിന് ആര് വക വെക്കാനാന്നൊക്കെ ചോദിക്കാതിരിക്കട്ടെ വേദ. ഇടയ്ക്കൊക്കെ പട്ടി കുരക്കുന്നത് നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് വേദ അകത്തേക്ക് പോകുന്ന സമയത്തിന് നന്ദിനി ഒന്നും മനസ്സിലാവാതെ നിൽക്കുമായിരിക്കും. വേദോ അകത്തേക്ക് പോയതിന് ശേഷമായിരിക്കട്ടോ നന്ദിനിക്ക് മനസ്സിലായിരിക്കുന്നത്, ഓ അപ്പോൾ അവൾ എന്നെ പട്ടീന്ന് വിളിച്ചിട്ടാണല്ലേ പോയത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് നിൽക്കുമായിരിക്കും നന്ദിനി. പിന്നീട് കാണിക്കുന്നത് ജീന ചിന്തിക്കുന്നുണ്ട്, രാധ ഇതൊരു വണ്ടി ഒതുക്കിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടതിന് ഓട്ടോ പോയിട്ട് ഇങ്ങനെ തുറന്നു നോക്കുന്ന സമയത്തായിരിക്കട്ടോ രാധ അതിൽ നിന്ന് ഇങ്ങനെ ആകെ മദ്യപിച്ച് ലെക്ക് കെട്ടിയിരിക്കുന്നതായിട്ട് ജീന കാണുന്നത്. ജീന ആ കർട്ടൻ പൊക്കിക്കൊണ്ടതിന് ചോദിക്കുന്നുണ്ട്, രാധ നീ ഇതുവരെയായിട്ടും പോയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തായിരിക്കട്ടോ രാധ ഇരുന്നിങ്ങനെ മദ്യപിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, രാധ നീ എന്താ ഈ കാണിക്കുന്നത്, നീ എന്താടി കുടിക്കാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് രാധ പറയുന്നത്, അതെ കുടിക്കാണ്, കുടിച്ചങ്ങ് തീരുകയാണ്, കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറക്കുമെന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ കുടിച്ചു കഴിയുമ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പം മുതലുള്ള ഓരോ കാര്യങ്ങളും എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ്. എന്നാൽ മദ്യപിച്ച് ലെക്ക് കെട്ടിരിക്കുന്ന രാധയെ കാണുന്ന സമയത്തിന് ജീന ഏതായാലും ആ ഒരു മദ്യക്കുപ്പി ഇങ്ങനെ വലിച്ച് വാങ്ങിക്കാൻ നോക്കുന്ന സമയത്തിന് വിടടി എനിക്ക് ഇനിയും കുടിക്കണമെന്നൊക്കെ പറഞ്ഞ് രാധ അങ്ങ് വാശി പിടിക്കും. അപ്പോൾ ജീന പറഞ്ഞിട്ട്, നിന്റെ അച്ഛൻ കുടിച്ചിട്ട് നിന്റെ അമ്മ അച്ഛനെ കൊണ്ട് ആകെ സ്വൈരം കെട്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ നീയും ഇതിങ്ങനെ നിർത്താതെ കുടിക്കണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് രാധ പറഞ്ഞിട്ട്, അതെ ഇനി ഞാനും കുടിക്കുകയാണ്, എന്നെ ഇപ്പം ആർക്കും വേണ്ടടി, എന്നെ എല്ലാവരും ഇട്ട് ഓടിക്കുകയാണ്. ചെറുപ്പം മുതലേ വിക്രമിന്റെ പുറകെ നടന്നിരുന്നവളല്ലേ ഞാൻ, എന്നിട്ടിപ്പോൾ അവൻ എന്നെ ഓടിച്ചു, അവളുടെ അമ്മ എന്നെ ഓടിച്ചു, ഇനിയിപ്പോൾ എൻ്റെ വീട്ടുകാരും കൂടെ എന്നെ അങ്ങ് ഓടിക്കട്ടെ, എന്നാൽ പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ട് അങ്ങ് ഇരിക്കാലോ. അതോടുകൂടെ തന്നെ പിന്നെ എൻ്റെ ജീവിതം അങ്ങ് അവസാനിക്കും. അവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവൻ്റെ ലോകം പോലും വേദയാണെന്ന്. വേദയെ അവൻ ഭാര്യയായിട്ട് അംഗീകരിച്ചു തരേ, അവന് വേദയില്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ പൊട്ടിക്കരയുന്ന രാധയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.